നിന്റെ വാതിലിലൂടെ പ്രവേശിക്കുന്ന എല്ലാവരും അവരുടെ രോഗങ്ങളെ ഉപേക്ഷിച്ചു പോകും. അവർക്ക് അവരുടെ ഹൃദയങ്ങളിൽ എന്റെ സാന്നിധ്യം അനുഭവപ്പെടും. നിന്റെ ഭവനത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നിനക്കും നീ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി എനിക്കൊരു വലിയ ഉദ്ദേശമുണ്ട്. നീ ഇപ്പോൾ കാണുന്നില്ലെങ്കിലോ മനസ്സിലാക്കുന്നില്ലെങ്കിലോ പോലും ആ ഉദ്ദേശം നിറവേറും. പലർക്കും നിന്നിൽ വലിയ പ്രതീക്ഷകളുണ്ടാവാം. പക്ഷേ എന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. എന്റെ ഉദ്ദേശങ്ങൾ തികഞ്ഞതാണ്. നീയും മറ്റാരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മനോഹരവും ശക്തവുമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന രീതിയിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇടവിടാതെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്. എന്റെ വചനം തേടുക, എന്റെ ഇഷ്ടത്തോട് ചേരുക, അതിരാവിലെ എന്റെ ശബ്ദം കേൾക്കുക. നീ അന്ധകാരത്തിൽ നടക്കാതിരിക്കാൻ വഴിയും നിർദ്ദേശങ്ങളും നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകം നൽകുന്ന പരാജയങ്ങൾക്കും നിരാശകൾക്കും അടിമപ്പെടുന്ന മറ്റുള്ളവരുടെ വഴി പിന്തുടരാതെ എല്ലാ ദിവസവും വിജയത്തിൽ നീ പുറത്തുപോകണം. ഞാൻ നിനക്ക് സമൃദ്ധമായ ജീവിതം നൽകാൻ വന്നിരിക്കുന്നു. നീ എന്റെ കയ്യിൽ മുറുകെ പിടിക്കുകയും എന്റെ വചനത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ എന്റെ അനുഗ്രഹങ്ങൾ നിന്നെ മറികടക്കും. ചിലപ്പോൾ പ്രശ്നങ്ങൾ കുമിഞ്ഞുകൂടുന്നതായി തോന്നിയേക്കാം. അതിനാൽ നീ എനിക്ക് ഒരു നിമിഷം തരണം. കണ്ണുകളടച്ച് എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഞാൻ എന്റെ വലതുകൈ നിന്റെ ശിരസിൽ വെച്ച് നിന്റെ ആത്മാവിനെ എല്ലാ വിഷമങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുന്നു. എന്റെ സിംഹാസനത്തിൽ നിന്നൊഴുകുന്ന ജീവജലത്തിന്റെ ഒരു നദി എല്ലാ ഭയത്തെയും കഴുകിക്കളയുന്നു. ശത്രുക്കൾ നിന്നെ വളഞ്ഞേക്കാം, പക്ഷേ ഞാൻ നിനക്ക് സമാധാനം നൽകുന്നു. ഞാൻ നിന്റെ വിധി എന്റെ കൈകളിലാണ് വഹിക്കുന്നത്. ഇന്നു നീ നേരിടുന്ന സാഹചര്യം നിന്റെ അവസാനമല്ല, ഓർക്കുക. എന്റെ വാക്കുകൾ നിന്റെ ശരീരത്തിന് സൗഖ്യവും മനസ്സിന് പ്രോത്സാഹനവും നൽകും. നീ ആ നിരാശയുടെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുകയും രൂപാന്തരപ്പെട്ടവനായി അനുഭവിക്കുകയും ചെയ്യും. എന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ആശ്ലേഷിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നു. അതിനാൽ ഒരു ദോഷവും നിനക്ക് സംഭവിക്കുകയില്ല. നിനക്കുവേണ്ടി അമാനുഷികമായ അനുഗ്രഹം ഞാൻ നൽകിയിട്ടുണ്ടെന്ന് നിന്റെ ശത്രുക്കൾക്കറിയാം. അതുവഴി നീ ലോകത്തെ കീഴടക്കും. ഇന്നു മുതൽ നിന്റെ ഉദ്ദേശ്യവും കാഴ്ചപ്പാടും ഞാൻ പുതുക്കുകയാണ്. നീ ഈ ജീവിതത്തിലെ കാര്യങ്ങൾ വ്യത്യസ്തമായി കാണും. നീ പ്രചോദനമില്ലാത്തവനോ പ്രത്യാശയില്ലാത്തവനോ ആകില്ല. കാര്യങ്ങൾ സങ്കീർണമാകുമ്പോൾ ഉത്കണ്ഠ നിന്നെ കീഴടക്കുകയില്ല. പോരാടാനുള്ള ജ്ഞാനം ഞാൻ നിനക്ക് നൽകുന്നു. അതിനാൽ പരാജയത്തിന്റെ ഒരു വികാരവും ഇനി നിന്നെ ഭരിക്കുകയില്ല. ഞാൻ നിന്നോടൊപ്പമുണ്ട്. നീ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഞാൻ നിനക്ക് നൽകിയ മനോഹരമായ സമ്മാനങ്ങൾ നന്മയ്ക്കായി ഉപയോഗിക്കുക. നിനക്ക് ചുറ്റുമുള്ളവരോട് ദയയോടെ പെരുമാറുക. നീ ഇപ്പോൾ എവിടെയാണോ അവിടെ എത്തിച്ചേരാൻ സഹായിച്ചവരെ വിലമതിക്കുക. നിന്റെ ബുദ്ധി കൊണ്ടു മാത്രം നീ എല്ലാം നേടിയില്ല എന്ന് തിരിച്ചറിയുക. പലരും നിനക്ക് സഹായഹസ്തം നീട്ടിയിട്ടുണ്ട്. അവർ വാതിലുകൾ തുറക്കുകയും അവസരങ്ങൾ നൽകുകയും ചെയ്തു. മറഞ്ഞിരിക്കുന്ന അപകടങ്ങളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞാൻ നിന്നെത്തന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. അതിനാൽ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞേ, ഞാൻ നിന്നെ എത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്ന് നീ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.